ഇന്ന് നാം ചിന്തിക്കുന്നത് രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. സങ്കീർത്തന പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൽ 5-ാം തിരുലിഖിതം, രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഇതുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് ആരെയും എഴുതി തള്ളരുത്. ഹല്ലേലൂയ. എൻ്റെ ഈ കടബാധ്യത കൊണ്ട് ഞാൻ നശിച്ചു, ഇനി ഞാൻ തലപൊക്കാൻ പോണില്ല എന്ന് ആരും ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കുടുംബ പ്രശ്നം കൊണ്ട് എല്ലാം തകർന്ന് തവിട് പൊടിയായി, ഇനി ഒരിക്കലും ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല, അങ്ങനെയും ചിന്തിക്കരുത്. ദൈവം പോലും കൈവിട്ട് കഴിഞ്ഞു. കാരണം അത്രമാത്രം കൊടിയ പാപമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി രക്ഷയില്ല. അങ്ങനത്തെ ചിന്തയും എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെയും നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഒരു പക്ഷേ കർത്താവ് ചില കാലത്ത് നമ്മളെ ശാസിക്കും. കർത്താവിൻ്റെ ഭക്തൻ കർത്താവിൻ്റെ ശാസനത്തെ നിസ്സാരമാക്കരുത്. കർത്താവ് ശാസിക്കുമ്പോൾ നഷ്ടധൈര്യനാവുകയും അരുത്. കർത്താവ് ക്ഷണനേരത്തേക്ക് ശാസിച്ചാലും അനേക കാലത്തേക്ക് അവിടുന്ന് വാത്സല്യം കൊണ്ട് നിറയ്ക്കും. വചനം പഠിപ്പിക്കുകയാണ്, രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ആരെക്കുറിച്ചും ദുഃഖിക്കരുത് എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ നിരാശപ്പെട്ടിരിക്കരുത്. ഹല്ലേലൂയ. നിരാശപ്പെട്ടിരിക്കരുത്. ഇതാ ബൈബിളിൽ ഈശോയുടെ മനോഭാവം ആദ്യം നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 9, 10, 11 തിരുലിഖിതങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. ഈ മഗ്ദലന മറിയത്തിൻ്റെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു നാൾ വളരെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നൊരവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഇവൾ മുമ്പോട്ട് പോയാൽ ഇതിന്ന് പല പ്രശ്നത്തിനും കാരണമാകുമെന്ന് മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കണ്ട് കൂടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വിധി പ്രഖ്യാപിച്ച്. അങ്ങനെ അവളെ പിടികൂടി എന്നിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചൊരു വ്യക്തിയാണ്. മാത്രമല്ല, തെറ്റ് ചെയ്ത് ഇപ്പം എന്തായിരിക്കണത്, 7 പിശാച് അവരുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? 7 പിശാച് കയറിയിരിക്കാൻ തക്കവണ്ണം അത്രയും പാപം ചെയ്ത് അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. വ്യഭിചാര ദുർബോധങ്ങളായിരിക്കണം. അങ്ങനെ പല വെറൈറ്റിയുള്ള വ്യഭിചാര ദുർബോധങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. 7 പിശാച് അതിനുള്ളിൽ വാസം ചെയ്യാൻ തക്കവണ്ണം അത്രയ്ക്ക് അത് പാപത്തിന് അടിമപ്പെട്ടു പോയി. അവരെ കുറിച്ച് നല്ലൊരു വാക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇവൾ പാപിനിയാണ്, ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു ജനസമൂഹം ഇവളുമായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും അവിടെ വന്നോ? അതിൻ്റെ അപ്പൻ വന്നോ? അതിൻ്റെ അമ്മ വന്നോ? അതിൻ്റെ ബന്ധുക്കളോ മിത്രങ്ങളോ ആരെങ്കിലും അതിനുവേണ്ടി ജാമ്യം എടുക്കാനോ അതിനുവേണ്ടി എന്തെങ്കിലും സംസാരിക്കാനോ ഉണ്ടായിരുന്നോ? അതിനുവേണ്ടി സംസാരിക്കാൻ ഈ ലോകത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും അതിനെ എഴുതി തള്ളി. അതിൻ്റെ കാര്യം പോക്കാണ്, അത് വഴിപഴച്ചതാണ്, അതിനെ ഇനി നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരു കുട്ടി എനിക്ക് ജനിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതിയെന്ന് അപ്പനും അമ്മയും ചിന്തിച്ചിട്ടുണ്ടാകണം. അങ്ങനെ ഒരാൾ ഈ കുടുംബത്തിൽ ഇല്ലെന്ന് അതിൻ്റെ കൂടപ്പിറപ്പുകൾ കരുതിയിട്ടുണ്ടാകണം. അങ്ങനെ ഇതിൻ്റെ തോന്നിയാസത്തിൽ പോകുന്നൊരു കാലം. കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല, പോയാലും വന്നാലും നഷ്ടവും ആർക്കുമില്ല. അങ്ങനെ എല്ലാ വിധത്തിലും നഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു ആ ജീവിതം. അപ്പോൾ എല്ലാവരും എഴുതിത്തള്ളി, കുടുംബത്തിൽ നിന്ന് എഴുതിത്തള്ളി, നാട്ടുകാരെ എഴുതിത്തള്ളി, സകലരും എഴുതിത്തള്ളി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ എല്ലാവരും എഴുതിത്തള്ളിയെങ്കിലും യേശു അവളെ എഴുതിത്തള്ളിയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, യേശു ഈ ലോകത്തിൽ നിന്ന് ഗെത്സമേൻ തോട്ടം തൊട്ട് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച് പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് പലതരത്തിലുള്ള വിചാരണകൾക്ക് അവൻ വിധേയനായി. അങ്ങനെ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയതും പിന്നെ പത്രോസ് ദൂരെ അനുഗമിച്ചതും അങ്ങനെ പത്രോസ് 3 തവണ തള്ളി പറഞ്ഞതും യൂദാസിൻ്റെ സംഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യം നടന്നിട്ടുണ്ട്. അങ്ങനെ ഗാഗുൽത്താമൽ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് അവൻ വധിക്കപ്പെട്ട് വലിയ വലിയ സംഭവങ്ങൾ അരങ്ങേറി. ശിഷ്യന്മാർ പേടിച്ച് വിറച്ച് അങ്ങനെ മുറിയിൽ അടച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. ന്യായമായും ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ആർക്കായിരിക്കണം? ന്യായമായി ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് പരിശുദ്ധ മാതാവിനായിരിക്കണം. കാരണം എന്താ?
ഈ പരിശുദ്ധ അമ്മ സഹിച്ചിടത്തോളം വേദന ആരെങ്കിലും സഹിച്ചിട്ടുണ്ടോ? ഈശോയെ ഉദരത്തിൽ വഹിച്ച സംഭവം തൊട്ടിങ്ങോട്ട് യേശുവിന് വേണ്ടി ഈ അമ്മ, പരിശുദ്ധ അമ്മ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ന്യായമായ മാനുഷിക ചിന്ത അനുസരിച്ച് നോക്കിയാൽ ശരിക്കും ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് പരിശുദ്ധ അമ്മയ്ക്ക്. എന്തെങ്കിലും കാരണത്തെ പരിശുദ്ധ അമ്മയ്ക്ക്, അല്ലെങ്കിൽ അടുത്തത് പത്രോസ്ലീഹയ്ക്കാണ്. കാരണം പത്രോസ്ലീഹൻ അങ്ങനെ കൂടെ കൊണ്ട് നടന്നതാണ്. 3 വർഷം കൂടെ എപ്പോഴും എല്ലാ കാര്യത്തിലും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എപ്പോഴും കൂടെ നിർത്തിയത് ആരെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയാണ്. അവർക്കാണ് പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ സമൂഹത്തിൽ അവരവിടെ അപ്പുറത്ത് മുറിയിരിപ്പുണ്ട്. അവർ വിലപിച്ച് സങ്കടപ്പെട്ട് ഒരുപാട് അവരെന്തിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ യേശു ഇങ്ങനെ മരിച്ചതിലോ യേശുവിൻ്റെ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് വിങ്ങി വിങ്ങി കരച്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം കഴിച്ചിട്ട് കരച്ചിൽ നിന്നിട്ടില്ല. അവർ മുറിയിലിരുന്ന് വാൽ തല്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അടച്ചു തല്ലി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിലപിച്ചും കരഞ്ഞും അവർ 3 ദിവസമായിട്ട് കരച്ചിൽ മാറിയിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈശോയുടെ സ്നേഹം കൊണ്ട് കരഞ്ഞിരിക്കുന്ന ആ ശിഷ്യന്മാരുടെ സമൂഹത്തിലേക്ക് അല്ല ഈശോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ആദ്യമായിട്ടും ഈശോ പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോടുകൂടെ ഉണ്ടായിരുന്നവരെ വിവരം അറിയിച്ചു. അവർ ദുഃഖത്തിൽ ആണ്ട് വിലപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ അത് വിശ്വസിച്ചില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ ഫ്രെയിമിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവർക്കത് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവരത് വിശ്വസിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കുക, എല്ലാവരും എഴുതിത്തള്ളിയെങ്കിലും സ്വർഗം മഗ്ദലന മറിയത്തെ എഴുതിത്തള്ളിയില്ല. സ്വർഗം മഗ്ദലന മറിയത്തെ നന്നായി അങ്ങോട്ട് കരുതി, നന്നായി അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്തു. ലോകത്തിൽ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തോളം കാലം ഈ സംഭവങ്ങളും പ്രസംഗിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതം തകർന്ന് അങ്ങ് അറ്റത്ത് തീരുകയായിരിക്കാം. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഒരു പുത്തൻ യുഗത്തിലേക്ക് നടത്താൻ കഴിയും. ഹല്ലേലൂയ. ഒരു പുത്തൻ യുഗത്തിലേക്ക് നടത്താൻ കഴിയും, ഉയർത്താൻ കഴിയും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരുപക്ഷെ ലോകം ചവിട്ടി മതിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം. ഇപ്പോൾ ഒരുപക്ഷെ കുടുംബത്തിൽ നിന്ന് ചവിട്ടി മതിക്കപ്പെടുന്ന അവസ്ഥയായിരിക്കാം. ഇപ്പോൾ ഒരുപക്ഷെ തല പൊക്കാൻ കഴിയാത്തൊരു സ്ഥിതിയായിരിക്കാം. ഇപ്പോൾ ഒരുപക്ഷെ അഡ്രസ്സ് ഇല്ലാത്തൊരു അന്തരീക്ഷമായിരിക്കാം. ഇപ്പോൾ ഒരുപക്ഷെ ഒന്നും അല്ലാത്തൊരു സ്ഥിതിയായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ലോകം കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. ലോകം വിലയിടുന്നത് പോലെ അല്ല ദൈവം വിലയിടുന്നത്. ദൈവം ആരെയും എഴുതി തള്ളുന്നില്ല. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ. ദൈവം ആരെയും എഴുതി തള്ളുന്നില്ല. ഞാനും നിങ്ങളും ഒരാളെയും എഴുതി തള്ളരുത് എന്നാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവിൻ്റെ ആഗ്രഹം. ഇനി അപ്പോസ്തല പ്രവർത്തനത്തിൽ മറ്റൊരു രംഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. ഇന്ന് നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ഒരു കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള തീഷ്ണത നിറഞ്ഞവനായിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാകത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ. പ്രധാന ആചാര്യന്മാരും ജനപ്രമാണികളും സംഘം മുഴുവനും തന്നെയും എനിക്ക് സാക്ഷികളാണ്. ഡെമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു. യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ സഭയും നാമാവശേഷമാകത്തക്ക വിധം അതിനെ കഠിനമായി നശിപ്പിച്ചവനാണ് പൗലോസായി മാറിയ സാവൂള്. സാവൂളിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഈ നാമം ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റാൻ തക്കവണ്ണം വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിച്ചവൻ, വെറുപ്പോടും വളരെ പ്രതികാരത്തോടും കൂടെ ക്രിസ്തുനാമത്തോടും ക്രിസ്തുവിൻ്റെ സഭയോടും ഇടപെട്ടവൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചവൻ. ഹല്ലേലൂയ. ഒരു കാലത്ത് തിരുസഭയുമായ ബന്ധത്തിൽ കഠിനമായ തകർച്ച വന്ന് ഒരുപക്ഷെ സഭയ്ക്കെതിരെ നീങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ സഭ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയായിരിക്കാം. ചില പ്രത്യേക അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രത്യേക തീഷ്ണത കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നിരിക്കാം. ഇത്തിരിയൊക്കെ വെറുപ്പോടും സഭയെ തുടച്ചു മാറ്റണമെന്ന് വിചാരിച്ച് കച്ചകെട്ട് ഇറങ്ങിയ ഒരു പ്രവർത്തന രീതിയുടെ ഉടമയായിരുന്നിരിക്കാം ഒരുപക്ഷെ ഒരു കാലത്ത് ഞാനും നിങ്ങളും.
അല്ലെങ്കിൽ സഭാസംബന്ധമായ കാര്യങ്ങളിൽ, ക്രിസ്തു നാമസംബന്ധമായ കാര്യങ്ങളിൽ ഭയങ്കര വെറുപ്പോടുകൂടെ മതവിരോധിയായി പ്രവർത്തിച്ചിരുന്ന ഒരു മതവിരോധിയായിരുന്നിരിക്കാം ഞാനും നിങ്ങളും. ഒരുപക്ഷെ ഒരു യുക്തിവാദി ആയിരുന്നിരിക്കാം, ഒരുപക്ഷെ ഒരു നിരീശ്വര ചിന്തകനായിരുന്നിരിക്കാം, ഒരുപക്ഷെ അടങ്ങാത്ത കലിയുമായി വിശ്വാസത്തിനും സഭയ്ക്കും യേശുവിൻ്റെ നാമത്തിനെതിരായി നീങ്ങിക്കൊണ്ടിരുന്ന ഒരവസ്ഥയായിരുന്നിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലും ദൈവം അവരെയും എഴുതി തള്ളുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരെയും എഴുതി തള്ളുന്നില്ല. സാവൂളിനെ ദൈവം എഴുതി തള്ളിയില്ല. സാവൂളിനെ ദൈവം അങ്ങോട്ട് സ്നേഹിച്ച്, ദൈവം സാവൂളിനെ അങ്ങോട്ട് സന്ദർശിച്ച്, വൈക്കോലിൽ തീപ്പൊരി എന്നതുപോലെ ഇതാ സാവൂൾ കത്തിപ്പടരുകയാണ്. അവനങ്ങോട്ട് പ്രകാശിച്ച്, ദൈവത്തിൻ്റെ മഹത്വം അവൻ്റെ മേലെ അങ്ങോട്ട് ഉദിച്ച്, അവൻ്റെ അന്ധകാര യുഗത്തിന് ഒരു അറുതിയുണ്ടായി. അവൻ ഒരു പ്രകാശത്തിൻ്റെ യുഗത്തിൻ്റെ ഉടമയായി മാറി. അവൻ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യൻ എന്ന നിലയിലുള്ള ഒരു ജീവിതത്തിന് ഉടമയായി അപ്പോസ്തലനായ പൗലോസ് രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ സ്ഥിതി എന്തു തന്നെയാണെങ്കിലും ശരി, ഇതിൽ എന്നെയും നിങ്ങളെയും രൂപാന്തരപ്പെടുത്താൻ എൻ്റെ ദൈവമായ കർത്താവിന് കഴിയും. സങ്കീർത്തന പുസ്തകത്തിൽ വായിച്ചു, രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, ഒരുപാട് അരുതായ്മകളും ഒരുപാട് തോന്നിയാസങ്ങളും വഷളത്തങ്ങളും അബദ്ധങ്ങളും അരങ്ങേറുന്ന അജ്ഞതയിലൊരു കാലഘട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓരോ ജീവിതത്തിനും അജ്ഞതയിലൊരു കാലഘട്ടമുണ്ട്. ഓരോ കുടുംബത്തിനും അന്ധകാരത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ഓരോ ആയുസ്സിനും തകർച്ചയുടെ ഒരു കാലഘട്ടമുണ്ട്. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ ഇതോടുകൂടെ ജീവിതം അവസാനിക്കുന്നില്ല. ഇതോടുകൂടെ എല്ലാം തീരുന്നില്ല. ഇതോടുകൂടെ എല്ലാം തവിടുപൊടിയാകുന്നില്ല. ഇതോടുകൂടെ എല്ലാം അസ്തമിക്കുന്നില്ല. പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി ഈ രാത്രിക്ക് ശേഷം സുനിശ്ചിതമായ ഒരു പ്രഭാതമുണ്ട്. കർത്താവ് വരുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് സന്ദർശിക്കുന്ന ഒരു മണിക്കൂറുണ്ട്. കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു മുഹൂർത്തമുണ്ട്. അന്ന് ഒട്ടും വൈകാതെ തന്നെ കർത്താവ് എന്നെയും നിങ്ങളെയും കണ്ടുമുട്ടും, എന്നെയും നിങ്ങളെ സന്ദർശിക്കും, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, എൻ്റെയും നിങ്ങളുടെയും അന്ധകാര യുഗത്തിന് അറുതി വരുത്തും. ഹോസിയയുടെ പുസ്തകം 6-ാം അധ്യായം, അത് 4-ാമത്തെ തിരുലിഖിതം. മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും. എഫ്രായീം, ഞാൻ നിന്നോട് എന്തു ചെയ്യും? യൂദയാ, ഞാൻ നിന്നോട് എന്തു ചെയ്യും? നിന്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതുള്ളി പോലെയും അല്ലേ? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. കർത്താവ് അത് ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്ന ജീവിതത്തിൽ, ഇന്ന കുടുംബത്തിൽ, ഇന്ന സമയത്ത് ഞാൻ അവരെ സന്ദർശിക്കും എന്നുള്ളത്. എന്തിനു വേണ്ടിയാ? നിന്നിൽ മഹത്വം പ്രാപിക്കാൻ വേണ്ടി തന്നെ, ഇന്ന കുടുംബത്തിൽ മഹത്വം പ്രാപിക്കാൻ വേണ്ടി തന്നെ, ഇന്ന ജീവിതത്തിൽ മഹത്വം പ്രാപിക്കാൻ വേണ്ടി തന്നെ അവിടുന്ന് സന്ദർശനത്തിന് വേണ്ടി ഒരു മണിക്കൂറും ഒരു ദിവസവും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ മറ്റൊരു മേഖലയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കുന്നത് ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് പഠിച്ചുകൊണ്ടാണ്. ഇതാ ദൈവജനത്തിൻ്റെ ഒരു ചിത്രം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. എന്താ ദൈവജനത്തിൻ്റെ ചിത്രം? ആ ജനത്തിന് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവാണ് സെദക്കിയ രാജാവ്. ഈ സെദക്കിയ രാജാവിൻ്റെ പ്രത്യേകത, അവൻ തോന്നിവാസിയും അവൻ വഷളനും അവൻ വെറിയനുമായ ഒരു രാജാവായിരുന്നു. ജനത്തിൻ്റെ നേതാവ്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ അപ്പൻ മദ്യപാനിയും തോന്നിയാസിയും ദുഷ്ടനും പലതരത്തിലുള്ള നിന്ദാവചനങ്ങൾ ഉച്ചരിക്കുന്നവനും തെറി പറയുന്നവനും അസഭ്യം പറയുന്നവനും ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ മൂത്ത മക്കളെല്ലാം അങ്ങനത്തെ ആയിരിക്കാം. നീ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയിൽ ഒരുപക്ഷെ ദൈവവചന വിപരീതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, 2 ദിനവൃത്താന്തം 36:12. ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ അവൻ തിന്മ ചെയ്തു. കർത്താവിൻ്റെ വചനം അറിയിച്ച ജെറമിയായുടെ മുമ്പിൽ അവൻ തന്നെ എളിമപ്പെടുത്തിയില്ല. അവിടെ ധാർഷ്ട്യം പെരുകി, അവിടെ കള്ളവും ചതിയും വഞ്ചനയും പെരുകി, പാപത്തിൻ്റെ മേൽ പാപം അവിടെ കുന്നുകൂടി. ജെറമിയായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതത്തിൽ ഈ കാലഘട്ടത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറൂസലേമിൽ പുതിയ പുതിയ അകൃത്യങ്ങൾ ഉണ്ടായി. ഒരുപക്ഷെ നിന്റെ ഇടവകയിലെ സ്ഥിതി അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലും അതായിരിക്കാം. കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറൂസലേമിൽ പുതിയ പുതിയ അകൃത്യങ്ങൾ ഉണ്ടായി. നിന്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. ഒരുപക്ഷെ നീ കൂടെ ധ്യാനം കൂടുന്നു, നീ കൂടെ വചനം കേൾക്കുന്നു, പക്ഷേ നിന്റെ പ്രായോഗികമായ സ്ഥിതി, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി
കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ പുതിയ അകൃത്യങ്ങൾ നിറയുന്ന ഒരു സാഹചര്യമായിരിക്കാം. ദൈവമായ കർത്താവിലേക്ക് തിരിയാതെ അവർ ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു. ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ച് പുരോഹിത പ്രമുഖന്മാരും ജനങ്ങളും അത്യധികം അവിശ്വസ്തരായി തീർന്നു. ജെറുസലേമിൽ കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ആലയം അവർ അശുദ്ധമാക്കി. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോടും വാസസ്ഥലത്തോടും കരുണ തോന്നി അവരുടെ അടുത്തേക്ക് തുടർച്ചയായി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിക്കുകയും അവിടുത്തെ വാക്കുകൾ പുച്ഛിച്ച് തള്ളുകയും പ്രവാചകന്മാരെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അപ്രതിഹതമാം വിധം അവിടുത്തെ ജനത്തിനെതിരെ ഉയർന്നു. കൽദായ രാജാവിനെ അവിടുന്ന് അവർക്കെതിരെ കൊണ്ടുവന്നു. അവൻ അവരുടെ യുവാക്കളെ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വാളിനിരയാക്കി. യുവാക്കളോടോ കന്യകകളോടോ വൃദ്ധന്മാരോടോ പടുകിഴവന്മാരോടോ അവൻ കരുണ കാണിച്ചില്ല. ദൈവം എല്ലാവരെയും അവൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ദേവാലയത്തിലെ ചെറുതും വലുതുമായ പാത്രങ്ങളും കർത്താവിൻ്റെ ആലയത്തെയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലെ നിക്ഷേപങ്ങളും അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ ദേവാലയം അഗ്നിക്കരയാക്കി. ജെറുസലേമിൻ്റെ മതിലുകൾ ഇടിച്ചു നിരത്തി. അതിലെ മന്ദിരങ്ങൾ ചുട്ടരിച്ചു. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നശിപ്പിച്ചു. വാളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അവൻ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ആ ദേശത്തുണ്ടായിരുന്ന എല്ലാ കൊട്ടാരങ്ങളും ഇടിച്ചു നിരത്തി കത്തിച്ച് ചാരകൂമ്പാരമാക്കി മാറ്റി. ഏറ്റവും സങ്കടമുള്ളത് ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിന്നിരുന്നെന്ന് പറഞ്ഞാൽ ജെറൂസലേം ദേവാലയത്തെ ഇടിച്ച് ചമ്മന്തിയാക്കി, ഇടിച്ച് തവിട് പൊടിയാക്കി, അത് കത്തിച്ചത് ചാരമാക്കി. അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ ബലിയർപ്പണത്തിന് മറ്റു കാര്യങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവൻ എടുത്ത് അവൻ കൊള്ള വസ്തുവായി അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വാളിനിരയാക്കി. എന്നിട്ട് ആരെങ്കിലും വാളിൽ നിന്ന് രക്ഷപ്പെട്ട് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചു കെട്ടി രണ്ട് കൈയും പുറകോട്ട് കെട്ടിയിട്ട് 600 കിലോമീറ്റർ ചാട്ട കൊണ്ട് അടിച്ച് നടത്തി. അങ്ങനെ ഇസ്രായേൽ രാജ്യത്ത് നിന്ന് ഇന്ന് ഇറാഖ് എന്നറിയപ്പെടുന്ന ബാബിലോൺ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ബാബിലോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖാണ് അന്നത്തെ ബാബിലോൺ. അപ്പം അതുകൊണ്ട് ഇസ്രായേൽ രാജ്യത്ത് നിന്ന് 600 കിലോമീറ്റർ ചാട്ടയ്ക്കടിച്ച് അവരെ നടത്തി ഇതാ ബാബിലോണിലേക്ക് കൊണ്ടുവന്നു. കാരണം അവരുടെ അകൃത്യങ്ങൾ അത്രമാത്രം ആകാശത്തോളം ഉയർന്ന ഒരു അന്തരീക്ഷമായിരുന്നു. തുടരെ കരുണ തോന്നി ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ചപ്പോൾ ആ ദൂതന്മാരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിന് പുല്ലുവില കൽപ്പിച്ച് ദൈവവചന വിപരീതമായ മാർഗങ്ങളിലൂടെ അവർ തങ്ങളുടെ ജീവിതങ്ങളെ നയിച്ചു. അതിൻ്റെ പരിണത ഫലമായി ആ രാജ്യം, പ്രത്യേകിച്ച് ജെറൂസലേം, തകർന്നടിഞ്ഞ് ചാരക്കൂമ്പാരമായി. കല്ലുമേക്കല്ല് ശേഷിക്കാതെ വിധം ചാരക്കൂമ്പാരമായി ജെറൂസലേം ദേവാലയം തകർക്കപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ ബാബിലോൺ നാട്ടിൽ ഇവരെ പ്രവാസികളായി കഴിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം തവിടുപൊടിയെ കടക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ ഈ തകർച്ചയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട്. സിയോന്റെ അമൂല്യരായ മക്കള് ഇതാ കുശവന്റെ കളിമൺ പാത്രങ്ങൾ പോലെ തവിടുപൊടിയായി തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. എന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി മരുഭൂമിയിൽ ഒട്ടകപക്ഷി പോലെ ക്രൂരയായി. മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ നാവ് ദാഹം കൊണ്ട് വരണ്ട് അണ്ണാക്കിലൊട്ടി. കുട്ടികൾ ഭക്ഷണം ഇരക്കുന്നു, പക്ഷെ ആരും നൽകുന്നില്ല. സ്വാദിഷ്ട ഭോജനം അനുഭവിച്ചിരുന്നവർ തെരുവിൽ പട്ടിണി കൊണ്ട് മരിക്കുന്നു. പട്ടുവസ്ത്രം ധരിച്ചിരുന്നവർ ചാരക്കൂമ്പാരത്തിൽ കിടന്ന് ഉരുളുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവെക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോദോമിൻ്റെക്കാൾ വലുതാണ്. എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് അഗ്നിയും ഗന്ധവും ഇറങ്ങി ദഹിപ്പിക്കപ്പെട്ട സോദോം ഗോമോറ പട്ടണങ്ങളെക്കാൾ തകർന്നടിഞ്ഞ് കിടക്കുകയാണ് ജെറൂസലേം. അതുപോലെ ക്രൂരമായി നശിപ്പിക്കപ്പെട്ടൊരു പട്ടണമാണ് ജെറൂസലേം. ഹല്ലേലൂയ. വാളേറ്റ് മരിച്ചവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ്. കരുണാമയികളായ സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം മക്കളെ വേവിച്ച് തിന്നുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ വിനാശത്തെ നാളിൽ അവർ അവരുടെ ഭക്ഷണമായി തീർന്നു. ഇതായിരുന്നു ജെറൂസലേമിൻ്റെ സ്ഥിതി. ഇനി തന്നെ ഇങ്ങനെ തലപൊക്കുവോ? സ്വന്തം പാപത്തിൻ്റെ പരിണത ഫലമായി ജെറൂസലേം ചാരക്കൂമ്പാരമായി. ജെറൂസലേമിലുണ്ടായിരുന്ന സ്വർണ്ണപാത്രങ്ങളും ദേവാലയത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം കൊള്ളയടിച്ച് അന്യ രാജ്യത്തേക്ക് രാജാക്കന്മാരും ചക്രവർത്തിമാരും കൊണ്ടുപോയി. ഒരുവിധം ബുദ്ധിയും ബോധമുള്ള എല്ലാത്തിനെയും ചാട്ടയ്ക്കടിച്ച് ചങ്ങല കൊണ്ട് കെട്ടി അവിടെ കൊണ്ട് തടവിലിട്ടിരിക്കുകയാണ്, അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ
ദേശത്ത് കഴിഞ്ഞിരുന്നവർ പട്ടിണിയിലും അവമാനത്തിലും കിടക്കുകയാണ്. ദേവാലയത്തിൻ്റെ മതിലുകൾ തകർന്നടിഞ്ഞ് കിടക്കുന്നു. ദേവാലയം ചാരക്കൂമ്പാരമായി കിടക്കുന്നു. ഇതായിരുന്നു ജെറൂസലേമിൻ്റെ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ശരി, ആ ജനം ഹൃദയം കൊണ്ട് എളിമപ്പെട്ടപ്പോൾ, ജീവിക്കുന്ന ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ, ദൈവമേ തെറ്റുപറ്റിയെന്ന് പറഞ്ഞപ്പോൾ, ദൈവം ആദ്യത്തേനേക്കാൾ അനേകരട്ടി സ്നേഹതീഷ്ണതയോടെ ആ ജനത്തിൻ്റെ മേൽ വരുന്ന രംഗമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെ ജനം എളിമപ്പെട്ടപ്പോൾ ദൈവം ആരും പറയാതെ തന്നെ ദൈവം ഈ ജനത്തിൻ്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇടപെടുകയാണ്. അതിൽ യെസ്രായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ 2 മുതൽ തിരുലിഖിതങ്ങൾ, സൈറസിനെ അവൻ്റെ ഭരണത്തിൻ്റെ 1-ാം വർഷം തന്നെ കർത്താവ് പ്രചോദിപ്പിക്കുകയും അവൻ ഒരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. സൈറസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് ഈ ബാബിലോൺ രാജ്യത്തിൻ്റെ അധിപതിയായ നെബൂഖദ്നേസറിൻ്റെ ഒരു യുഗം കഴിഞ്ഞപ്പോൾ ഇതാ പേർഷ്യ രാജ്യത്തുള്ള സൈറസ് ബാബിലോണിനെ കീഴടക്കി. അങ്ങനെ ഇപ്പോൾ ബാബിലോൺ സൈറസിൻ്റെ ആധിപത്യത്തിലേക്ക് വന്നു. സൈറസ് ആണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ അധിപതിയായിരിക്കുന്നത്. ആ അധിപതിയായ സൈറസിന് രാത്രിയിൽ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന യഹൂദ ജനം എൻ്റെ സ്വന്തം ജനമാണ്, അവരുടെ ദേവാലയം ചാരക്കൂമ്പാരമായി കിടക്കുകയാണ്, അതുകൊണ്ട് ആ ദേവാലയം പുനരുദ്ധരിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ദൈവം സൈറസിനോട് നേരിട്ട് നിർദ്ദേശം കൊടുത്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു, സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് നൽകുകയും യൂദയായിലെ ജെറൂസലേമിൽ അവിടത്തേക്ക് ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രതിനിധി സംഘം പോയി സൈറസിനോട് അഭ്യർത്ഥിച്ചിട്ടാണോ അങ്ങനെ ചെയ്തത്? ആരെങ്കിലും സൈറസിനെ നിർബന്ധിച്ചോ? ആരെങ്കിലും സമരം ചെയ്തോ? ആരെങ്കിലും കൊടി പിടിച്ചോ? ആരെങ്കിലും എന്തെങ്കിലും റെക്കമെൻഡേഷൻ നടത്തിയോ? ഏതെങ്കിലും രാജാവ് ഇടപെട്ടോ? ഏതെങ്കിലും ദൂതന്മാരുടെ സംഘം പോയോ? ആരും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഈ ജനം ഇങ്ങനെ എളിമപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് ജനം തിരിഞ്ഞപ്പോൾ ദൈവം നേരിട്ട് ഈ സൈറസ് എന്ന് പറഞ്ഞ ചക്രവർത്തിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ചക്രവർത്തിയോട് പറയുകയാണ്, ഇതാ എല്ലാ രാജ്യങ്ങളും നിനക്ക് ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യൂദയായിൽ ജെറൂസലേം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ എൻ്റെ ദേവാലയം ചാരക്കൂമ്പാരമായി കിടക്കുകയാണ്, അതുകൊണ്ട് അത് പണിതുയർത്താൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ആ കാര്യമാണ് സൈറസ് ഒരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ അറിയിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദയായിലെ ജെറൂസലേമിൽ ചെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറൂസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരാണെങ്കിലും അവരെ തദ്ദേശവാസികൾ ജെറൂസലേം ദേവാലയത്തിന് വേണ്ടി സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി യാത്രയാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാവ് കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ജനം ബാബിലോണിൽ ചെതറിപ്പാർക്കുമ്പോൾ അവിടെയുള്ളവ മറ്റു ജനങ്ങൾ ഇവർക്ക് ദേവാലയം പണിയാനുള്ള എല്ലാം നൽകി ഇവരെ സമ്പന്നരാക്കി പറഞ്ഞയക്കണം. ആ ജനം അതുപോലെ ചെയ്തു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ എന്നിവ നൽകി അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ ജെറൂസലേമിലെ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്ത് അവർക്ക് കൊടുത്തു. വേറെ ആരും ഇടപെടാതെ ദൈവം നേരിട്ട് ഇടപെട്ട് ജനം തിരിച്ചു വരികയാണ്. ഹല്ലേലൂയ. ദൈവം അവരെ സന്ദർശിച്ച് അവര് ചാരക്കൂമ്പാരമായി അങ്ങനെ തകർന്നടിഞ്ഞ് ബാബിലോൺ അങ്ങനെ നശിച്ച് നാമാവശേഷമായി തകർന്നടിഞ്ഞ് കിടക്കുമ്പോൾ ദൈവം അവരെ സന്ദർശിച്ച് ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ട് ദൈവം അവരെ ഒരിക്കൽ കൂടെ ഒരു പുത്തൻ യുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരധ്വാനിക്കാതെ, അവർ ചോദിക്കാതെ, അവരിടപെടാതെ, അവർ ഹൃദയം എളിമപ്പെടുത്തുക മാത്രമേ ചെയ്യേണ്ടി വന്നുള്ളൂ. അവർ ഹൃദയം എളിമപ്പെടുത്തിയപ്പോൾ അവർക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഇതെല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. വലിയ നിധിശേഖരങ്ങളോടെ അവർ ദേവാലയ പണിക്ക് വേണ്ടി ജെറൂസലേമിലേക്ക് തിരിച്ചു വരുന്ന രംഗം നമുക്ക് യെസ്രായുടെ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം. ഒരു കാലത്ത് ചെയ്ത അനർത്ഥങ്ങൾ, ഒരു കാലത്ത് ചെയ്ത അകൃത്യങ്ങൾ, ഒരു കാലത്ത് തിന്മ, അജ്ഞതര കാലഘട്ടത്തിൽ ഒരുപാട് തോന്നിയാസിൽ തലകുത്തി മറിഞ്ഞ് അങ്ങനെ ജീവിതം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സാഹചര്യമാകാം. ബിസിനസ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സാഹചര്യമാകാം. പ്രാർത്ഥന ജീവിതം
പാടെ അറ്റുപോയൊരവസ്ഥയായിരിക്കാം, വിശ്വാസം ക്ഷയിച്ചു പോയൊരു അന്തരീക്ഷമായിരിക്കാം. ഒരിക്കൽ ലോകത്തിൻ്റെ റാണിയായിരുന്നവൾ, ഒരിക്കൽ നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ചാരക്കൂമ്പാരമായി കടന്നതുപോലെ, ജെറുസലേം കടന്നതുപോലെ ഒരുപക്ഷെ പ്രിയ പൈതലേ, നീ ഒരുപക്ഷെ ഒരു കാലത്ത് ആത്മീയമായി ഒരു വലിയ ഉത്തുംഗ ഗോപുരമായിരുന്നിരിക്കാം, ഒരുപക്ഷെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നവനായിരിക്കാം. ഇന്ന് ഒന്നിനും കഴിയാതെ എല്ലാം കെട്ട് ചാരമായി തവിടുപൊടിയായി കിടക്കുന്ന അന്തരീക്ഷമാണെങ്കിലും നിന്റെ ദൈവത്തിന് നിന്നോടുള്ള കരുണ അസ്തമിച്ചിട്ടില്ല. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. കർത്താവിൻ്റെ സന്ദർശനം അവസാനിച്ചിട്ടില്ല. ഇനിയും കർത്താവ് എന്നെയും നിങ്ങളെയും സന്ദർശിക്കും. ഹല്ലേലൂയ.